ഈ ഒരു സാധനം നമ്മൾ അന്ന് വാങ്ങിച്ചിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഞാൻ അതേപോലെ പാക്ക് ചെയ്ത് ഞാൻ വീട്ടിൽ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചതേ ഇല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടതേ ഇല്ല. പക്ഷേ ഇത് വീണ്ടും കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി ഇതെടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ ഷെയ്ക്ക് അടിക്കുകയോ ജ്യൂസ് അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിങ്ങനെ ഷെയ്ക്കൊക്കെ അടിച്ച് കുടിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ കുഞ്ഞിനാദ്യം എടുത്തെങ്കിലും ഞാൻ തന്നെ കട്ട് ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് പഴുപ്പ് കുറവാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം അന്ന് ഇതിനെക്കാട്ടും കുറച്ചും കൂടി കളർ ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് കളർ കുറവാണ് കേട്ടോ. അങ്ങനെ അതും കട്ട് ചെയ്ത് കുറച്ചിട്ടതിന് ശേഷം പിന്നെ ഇതാ നമ്മൾ കട്ടിയായ പാലാണ്, ഷാർജയ്ക്ക് വെച്ചിരുന്ന പാലാണ് കേട്ടോ. അതും കൂടെ എടുത്ത് അതിനകത്തോട്ട് ഇങ്ങനെ എന്തായാലും കുറച്ചൊക്കെ തല്ലി പൊട്ടിച്ച് അതിനകത്ത് ഇട്ട് കുറച്ച് ബൂസ്റ്റും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഷുഗറോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇതൊരു ഫ്ലേവറിനും ടേസ്റ്റിന് വേണ്ടിയിട്ട് അതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സഡ് ജാറിനകത്ത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിൽ ഒഴിക്കുന്ന സമയത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ ബൂസ്റ്റ് ഇട്ട് എനിക്ക് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എനിക്കത് കുടിക്കാൻ പറ്റത്തില്ല. അവർക്ക് രണ്ടിനും ഇട്ടിട്ടോ എന്ന് വെച്ചപ്പം വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് മാത്രമേ ഇട്ടുള്ളൂ. ഷുഗറൊന്നും ആഡ് ചെയ്തതും ഇല്ലാത്തതുകൊണ്ടേ ഒരു മധുരത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ അതേപോലെ അങ്ങ് എടുത്ത് വെച്ചിട്ടോ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. അന്നാണെങ്കിൽ അമ്മ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ ഒരാളാണ്. അതായത് ഫ്രൂട്ട് മാത്രം കൊടുത്തപ്പോൾ എന്നിട്ട് ഇങ്ങനെ അടിച്ചൊക്കെ കൊടുത്തിട്ട് കുടിച്ചില്ല കേട്ടോ ആള്. അങ്ങനെ പിന്നെ ഇതാ ഞാൻ കുടിച്ച് നോക്കി. എനിക്കും അത്ര വലുതായിട്ട് ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ല. പിന്നെ ഒരു വട്ടം കുടിക്കാം, കുഞ്ഞിനും അതേപോലെയൊക്കെ തന്നെ